മാങ്ങ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ മാങ്ങയുടെ കളി കഴിഞ്ഞിട്ടില്ലേ? മാങ്ങ സീസണല്ലേ, കഴിഞ്ഞിട്ടില്ല. ഒരുപാട് മാങ്ങയുണ്ട്. നന്നായി പഴുത്ത കുറച്ച് മാങ്ങ എടുത്തിട്ട് ഞാൻ മാങ്ങാ തരയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പിന്നെ അതിൽ വെള്ളവും പഞ്ചസാരയും ഒന്നും ചേർക്കാതെ മാങ്ങ മാത്രം നൈസായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം ഇത് ഉണങ്ങാൻ വെക്കണം. സാധാരണ പായിലൊക്കെയാണ് ഇത് ഉണങ്ങാൻ വേണ്ടി വെക്കാറുള്ളത്. മാങ്ങ തന്നെ ഇങ്ങനെ പായിൽ അരച്ചരച്ച് അങ്ങനെയൊക്കെ ചെയ്ത് കാണാറുള്ളത്. ഇന്ന് ഞാൻ ബിരിയാണി ചെമ്പിൻ്റെ മൂടിയിലാണ് ഇത് പരത്തി വെച്ചത്. വെയിലത്ത് വെച്ച് വേണം ഇത് ഉണക്കിയെടുക്കാൻ. 1-2 വെയിൽ നന്നായിട്ട് കൊള്ളണം. ഇതാ ഞാൻ മുറ്റത്ത് വെച്ചിട്ട് കാവലിരിക്കുകയാണ്. എന്തെങ്കിലും വന്ന് അത് കൊത്തൊന്നും ചെയ്യാതെ നോക്കി കാവലിരുന്നതാണ്. ഒരുവിധം നന്നായി ഉണങ്ങിയതിന് ശേഷം കത്തി കൊണ്ട് വരഞ്ഞ് ഇതുപോലെ എടുക്കുക. അതിന് ശേഷം ചുരുട്ടി എടുക്കുക. തിരച്ചെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും മാങ്ങാത്തരാന്ന് പേര് വന്നിട്ടുണ്ടാവും അല്ലേ? അതറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ ഓരോന്നും ചുരുട്ടി വെക്കുന്നുണ്ട്. ഞാനിതെന്തിനാണെന്നോ ഉണ്ടാക്കി സൂക്ഷിക്കുന്നത്, ഉച്ചയൂണ് കഴിഞ്ഞാൽ എനിക്ക് മധുരം കഴിക്കുന്നൊരു ശീലമുണ്ട്. അപ്പം പിന്നെ ബേക്കറി ഒന്നും കഴിക്കാതെ ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള സാധനം കഴിക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. താങ്ക് യു.